നമസ്കാരം. മലയാളികളിൽ മിക്കവരുടെയും ജീവിതം മക്കൾക്കായാണ്. മക്കൾക്കായി ജീവിതം ഒഴുകിവെക്കുന്ന പലരും സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നു. പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ നോക്കാൻ കടപ്പെട്ടവരാണ് മക്കളെങ്കിലും അതൊന്നും വകവെക്കാത്തവരും എത്രയോ. വൃദ്ധ മാതാപിതാക്കളുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് ശേഷം അവരെ മക്കൾ പീഡിപ്പിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ ഏറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടി വരുന്നതായാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കളെ സംരക്ഷിക്കുക നിയമത്തിനപ്പുറം മക്കളുടെ കടമയാണ് എന്ന് പലരും മറക്കുന്നു. വയോജന സംരക്ഷണ നിയമം ഉണ്ടായിട്ടും അച്ഛനെയോ അമ്മയോ പുറന്തള്ളുന്നവരുടെ അനുഭവ കഥയും സങ്കടകരം. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിൽ മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികൾക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു സങ്കട കഥയാണ്. മകളുടെ വിവാഹത്തിനായി എടുത്ത 16 ലക്ഷത്തിന്റെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇരുവരും പെരുവഴിയിലായി. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വൃദ്ധ ദമ്പതികളെ യൂണിയൻ ബാങ്ക് പെരുവഴിയിൽ ഇറക്കി വിടുകയായിരുന്നു. കേണപേക്ഷിച്ചിട്ടും ഇവരുടെ അവസ്ഥ പറഞ്ഞിട്ടും മകൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവർ കണ്ണീരോടെ പറയുന്നത്. 70 വയസ്സുകാരനായ പത്മനാഭൻ 2015 നീലേശ്വരം യൂണിയൻ ബാങ്കിൽ നിന്ന് വീടും സ്ഥലവും പണയപ്പെടുത്തി 16 ലക്ഷം രൂപ ലോൺ എടുത്തത്. മകൾ സജിതയുടെ വിവാഹത്തിനും വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായാണ് ലോൺ എടുത്തത്. 13 ലക്ഷം ഇതിനോടകം തിരിച്ചടച്ചു. കോവിഡ് കാലത്ത് മകന്റെ ജോലി നഷ്ടപ്പെട്ടതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. 2023 വീട് ബാങ്ക് ജപ്തി ചെയ്തു. തുടർന്ന് പറമ്പിൽ ടാർപ്പായ വലിച്ചു കെട്ടിയ ചായ്പിലായിരുന്നു ഇവരുടെ താമസം. ഇപ്പോൾ ഈ താൽക്കാലിക ഷെഡും ബാങ്ക് അധികൃതർ പൊളിച്ചു മാറ്റി. സമയപരിധി അവസാനിച്ചതോടെയാണ് പത്മനാഭൻ ദേവി ദമ്പതികളെ കുടിയിറക്കിയത്. നിലവിൽ അയൽവാസിയായ തങ്കമ്മയുടെ വീട്ടിൽ താൽക്കാലിക അഭയം നൽകിയിരിക്കുകയാണ് ഇരുവർക്കും. 25 ലക്ഷത്തോളം ബാങ്കിൽ കുടിശ്ശികയായി അടയ്ക്കണം. ജീവൻ ഒടുക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ദമ്പതികൾ പറയുന്നു. ലോൺ തിരിച്ചടയ്ക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് മകൾ സജിതയെ സമീപിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ദമ്പതികൾ പറയുന്നു. കഷ്ടപ്പെട്ട് ജോലിയെടുത്താണ് മകളെ പഠിപ്പിച്ചത്. ജോലി കിട്ടി 1 രൂപ പോലും അമ്മയ്ക്കും അച്ഛനും നൽകിയിട്ടില്ലെന്ന് മാതാവ് ദേവി പറഞ്ഞു. വിവാഹത്തിന് ശേഷം മകൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ലെന്നും വായ്പ അടയ്ക്കാൻ സഹായിച്ചില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെന്റൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് സജിത. ഇവരുടെ പേരിലുള്ള ലോണിന് ഈടുവെച്ചതാണ് വീട്. ജപ്തി നടപടി പൂർത്തിയായതോടെ വീട്ടിൽ സെക്യൂരിറ്റിയെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് യൂണിയൻ ബാങ്ക്. ദമ്പതികളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ സെക്യൂരിറ്റി ജീവനക്കാർ കത്തിച്ച നിലയിലാണുള്ളത്. വഴിയോര കച്ചവടക്കാരനായ പത്മനാഭൻ ഇപ്പോൾ അസുഖബാധിതനായി ചികിത്സയിലാണ്. മകൻ ഓട്ടോ ഓട്ടിച്ച് കിട്ടുന്ന വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. ഇനി എന്തു ചെയ്യും എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. മിക്ക മലയാളികളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം തന്നെയാണിത്. എന്നാൽ അധികവും പുറം ലോകം അറിയുന്നില്ലെന്ന് മാത്രം. ഈ സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.